ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ വീഡിയോസ് എന്താ ഇടാത്തെ, മോൻ ഓക്കെ ആണോ, മോനിപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ട് ഇടാതിരിക്കണം എന്നൊരു തോന്നലേ, അതുകൊണ്ട് ഇടുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ്റെ ഫസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് നല്ല മഴക്കാറ്. ഞങ്ങൾ ഏട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്, ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ആകെ പെട്ടല്ലോ, ഇവനെയും കൊണ്ടിട്ട് ബൈക്കിൽ മഴയത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ അവനെ മാറ്റിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ മഴ പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാറ്റിയൊക്കെ കഴിഞ്ഞ് ഇനി ഏട്ടൻ വരണം. ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. പുന്നുമണീനെ കാണാൻ കുറേ ആൾക്കാരുണ്ട്. പൊന്നിനെ കാണാൻ കുറേ ആൾക്കാരുണ്ട്. പൊന്നിനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേനോ. കുറേ ആൾക്കാർ പൊന്നിനെ ചോദിച്ചിട്ടുണ്ടേനോ, പൊന്നിന് സുഖമാണോ എന്നൊക്കെ. സുഖമാണോ പൊന്നെ? ഇതെന്തിനാ കാല് പൊന്തിച്ചേ? ഇവിടെ ടാറ്റ പോവാ പറയും, ടാറ്റ പോവാണ് പറയും. ഇങ്ങോട്ട് വെക്ക് പൊന്നെ, ഇങ്ങോട്ട് വെക്കടാ. അപ്പോഴേക്ക് ഇതാ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം സമയമൊക്കെ നേരം വൈകിയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് 11 മണിക്കാണെങ്കിൽ ഏട്ടൻ എത്തിയത് 10:45 ആവുന്ന സമയത്താണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തായാലും 11:15 ആയിരിക്കും. അങ്ങനെ എല്ലാം ഒക്കെ റെഡിയാക്കി അവൻ്റെ ഫുഡ്, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം പോവുകയാണ്. ഇപ്പോഴും കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് അവനെന്താ അസുഖം, അവനെന്താ പറ്റിയത്, എന്താ പറയുക, പ്രഗ്നൻ്റ് ആയ ആ ടൈമിൽ തന്നെ സ്കാനിങ്ങിൽ അറിയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഞാൻ തരാം കേട്ടോ. കാരണം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെയുള്ള അസുഖം വന്നിട്ട് അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരും അതിനെ കുറിച്ചിട്ട് അറിവില്ലായ്മ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള അസുഖം വന്നിട്ടും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ കേട്ടോ. ഞാൻ YMCA, കാലിക്കറ്റ് YMCAൻ്റെ അടുത്ത് മൂവൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഏട്ടൻ അവരോട് സംസാരിക്കാൻ പോയതാട്ടോ, ലേറ്റ് ആയതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഏട്ടനാണ് അവനെയും കൊണ്ട് കയറിയേക്കുന്നത്. പിന്നെ ഏട്ടൻ ഉണ്ടാവില്ല, അതുകൊണ്ട് ഏട്ടനാണ് അവനെയും കൊണ്ട് കയറിയേക്കുന്നത്. കരച്ചിൽ നല്ലോണം കേൾക്കുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെതൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് 40 മിനിറ്റാണ്. അപ്പോൾ ദാണ്ട് അപ്പോഴത്തേക്കും അവർ വന്നു. അതിന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് സമയത്തേ ചെയ്തുള്ളൂ തോന്നുന്നു. പിന്നെ തെറാപ്പി ചെയ്ത് പൊന്നെ എന്താടാ മിണ്ടാണ്ട് നടക്കണേ? ഹായ് പറ. ഹായ്. അങ്ങനെ ഇതാ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. തെറാപ്പി ഇനി എത്ര വേണ്ടി വരുമെന്ന് അവരിനി 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ പറയുള്ളൂ. അതുവരെ നമുക്ക് പോയിക്കൊണ്ടിരിക്കണം. കഞ്ഞി കുടിക്ക? അച്ഛയുടെ പോയി, പൊന്നിൻ്റെ അച്ഛയുടെ അച്ഛയെ വിളിക്ക്, അച്ഛയെ വിളിക്ക്. കഞ്ഞി കുടിക്ക? യമ്മിയമ്മയാ? എന്താടാ മിണ്ടാത്ത എന്താ? ആരെയും കഞ്ഞി കുടിച്ചോളി. സുന്ദരനേടെ പൊന്ന് കഞ്ഞി കുടിച്ചിട്ടൊക്കെ ആക്കി, മേലൊക്കെ ആക്കി. ഊഫ്. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് തെറാപ്പി ഉണ്ട്. ഞാൻ ആഴ്ചയിൽ 4 ദിവസത്തെയാണ് എടുത്തത്.
എല്ലാ ആഴ്ചയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികം പിന്നെ എന്താ പറയുക നമ്മൾ ഡെയിലി പോയി വരാം, ഡെയിലി ഇങ്ങനെ പോകുന്നതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കൂടി താങ്ങൂല. അതുകൊണ്ട് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് ആഴ്ചയിൽ 4 ദിവസം ഉള്ളതാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ആണ് ഈ ആഴ്ച ബുക്ക് ചെയ്തേക്കുന്ന ഡേറ്റുകൾ. അപ്പം ഇന്നത്തേന് ഒക്കെ റെഡിയായി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അവനിതാണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് ആളെ സെറ്റാക്കി ഇരുത്തിയാണ്. ആൾ ഉറക്കിൻ്റെ സമയമാണ് ഇപ്പം. ഇന്നത്തെ ഒരു ടൈം തന്നേക്കുന്നത് 12:20 ആണ്. അപ്പം ആ ഒരു സമയത്തൊക്കെ ആൾ നല്ല ഉറക്കമാണ്. എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല. അപ്പം ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം പോകുന്നതിൻ്റെ മുന്നേ ഉറക്കാൻ നോക്കി, പക്ഷെ ആൾ ഒരു വിധത്തിലും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ഇതാ സെറ്റായി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഓട്ടോ വരണം. ഓട്ടോ വന്നിട്ട് നമുക്ക് ഓട്ടോയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഓട്ടോ ചേട്ടനും വഴിയൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് പോകുമ്പോഴത്തേക്കും ടൈം എത്രയാവുമെന്നൊന്നും അറിയില്ല. 12 മണിക്ക് വരാമെന്നാണ് ഓട്ടോ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ്ട് അതിനിടയിൽ കൂടെ ആളൊന്ന് വാശി പിടിച്ച് കരഞ്ഞ് അപ്പം നാളെ അടുത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കുകയാണ്. അപ്പം നമുക്ക് പോകാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാഗിൽ എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഷൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ പോകുന്ന സമയത്ത് ഷൂ അഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ വെച്ചു, ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ദാണ്ടേ പോവാണ് കേട്ടോ. അങ്ങനെ വാതിലൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. പക്ഷേ ഓട്ടോ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് സമയം പോയി. ഇന്നലത്തെ മാതിരി തന്നെ നേരം വൈകും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു. സംഭവങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ തെറാപ്പി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഓരോ കുട്ടികൾക്കും ഓരോ ടൈമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ദാണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തെറാപ്പി സെൻറ്ററിൽ ഒരു യുദ്ധം തന്നെയായിരുന്നു. ഇവൻ്റെ കരച്ചിലായിരുന്നു മൊത്തത്തിൽ. ആൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ ചെയ്യാത്തതും ഇതാക്കാത്തതായ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എനിക്കെന്തോ പാവം തോന്നി, മതി എന്നൊക്കെ പറയാൻ തോന്നി. പക്ഷേ ആൾ റെഡി ആവണ്ടേ. അങ്ങനെ അവനെ കാണണം, അവൻ്റെ വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ.